ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം, സാംസ്കാരികം, യുവജനകാര്യ വകുപ്പ് മന്ത്രി. സർ, നമ്മുടെ മത്സ്യമേഖല വളരെ വൈകാരികമായ ഒരു മേഖലയെന്ന നിലയിലും അതികഠിനമായ തൊഴിൽ ചെയ്യുന്ന മേഖലയെന്ന നിലയിലും ഒട്ടേറെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 3 വർഷം ഉണ്ടായത്. സർ, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ സാമൂഹ്യവും സാമ്പത്തികവും തൊഴിൽപരമായിട്ടുള്ള എല്ലാ മേഖലകളെയും അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് കഴിഞ്ഞു എന്നത് വളരെ അഭിമാനത്തോടെ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, അവരെ സംരക്ഷിക്കുന്ന കാര്യത്തിലും അവരുടെ സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തുന്ന കാര്യത്തിലും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമായ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. സർ, അവരുടെ ജീവനും സ്വത്തിനും തൊഴിലിനും വിദ്യാഭ്യാസത്തിനും സംരക്ഷണം നൽകുന്ന നൂതനമായ ഒട്ടേറെ പദ്ധതികളുമായിട്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയിട്ടുള്ളത്. സർ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ നൂറ്റാണ്ടിലുണ്ടായ ഏറ്റവും വലിയ പ്രളയഘട്ടത്തിൽ സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ആകെ രക്ഷകരായി കേരളത്തിൻ്റെ സൈന്യമായി മാറിയ ഈ ജനവിഭാഗത്തെ സംരക്ഷിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും ഗവൺമെൻറ് ഏറ്റെടുത്തു. സാർ, അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ അസ്വസ്ഥതകളില്ലാതെ ഞാൻ അഭിമാനത്തോടെ പറയും സാർ, ഈ കഴിഞ്ഞ 21 ശേഷം വിഴിഞ്ഞത്തുണ്ടായ ഒരു പ്രശ്നം ഒഴികെ ഒരസ്വസ്ഥതയുമില്ലാതെ 3.5 വർഷക്കാലം തീരദേശ മേഖലയെ നന്നായി നയിക്കാൻ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞു എന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. സാർ, 2023-24 നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 1.5% പ്രാഥമിക മേഖലയുടെ 15.14% ഈ മേഖലയിൽ നിന്നുള്ള വരുമാനം. സാർ, ആഭ്യന്തര ഉൽപ്പാദനത്തിൽ മത്സ്യബന്ധ മേഖലയുടെ പങ്ക് 14-15 1.37% 23-24 എത്തിയപ്പോൾ 1.51% വർദ്ധിച്ചിട്ടുണ്ട്. സാർ, ഉൽപ്പാദന മേഖലയിൽ മത്സ്യമേഖലയുടെ പങ്ക് 10.45% നിന്ന് സാർ 15.14% വർദ്ധിച്ചു എന്നതും നമ്മുടെ വളർച്ചയെ കാണിക്കുകയാണ്. കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൻ്റെ മൊത്തം ചരിത്രം എടുത്താൽ 2016 ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 30,000 ടൺ ഉൽപ്പാദനമാണ് ഈ മേഖലയിൽ നടന്നെങ്കിൽ സാർ 24-25 എത്തുമ്പോൾ 41,000 ടൺ മത്സ്യ ഉൽപ്പാദനം നടക്കുന്ന സംസ്ഥാനമായി കേരളം മാറി. സാർ 25-26 50,000 ടണ്ണായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പദ്ധതികളാണ് ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാം വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. സാർ, ഈ ധനാഭ്യർത്ഥനയുടെ ഭാഗമായി നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദന മേഖലയിൽ ഈ സെക്ടറിൽ 2015-16 8,34,359 എന്നത് ഇപ്പോൾ 24-25 ആകുമ്പോൾ 1,65,03,133 എന്നതിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. സാർ, ആളോഹരി വരുമാനത്തിലും വർധനമുണ്ടായിട്ടുണ്ട്. 89,939 എന്നുള്ളത് 1,78,965 വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കണക്കുകളും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. മത്സ്യമേഖലയുടെ പങ്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതു വരുമാനത്തിലും വളർച്ചയിലും ഗണ്യമായി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാർ, 2016-17 മുതൽ 25-26 വരെയുള്ള കാലയളവിൽ നമ്മുടെ വകുപ്പിന് വലിയ തരത്തിലുള്ള സഹായമാണ് സംസ്ഥാന ഗവൺമെൻറ് നൽകിയിട്ടുള്ളത്. സാർ, ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഈ 25-26 472 കോടി രൂപ ഫിഷറീസ് മേഖലയ്ക്ക് മാത്രമായി സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റിലൂടെ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ആ നിലയിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 11.06% വർധനമാണ് സാർ ഈ പ്രാവശ്യം ഫിഷറീസ് മേഖല വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്ലാനിൽ നല്ല വർധന വന്നിട്ടുണ്ട്. സാർ, പ്ലാനിൽ ഈ വർധന വരുമ്പോൾ കഴിഞ്ഞ 16 മുതൽ 25 വരെയുള്ള കാലയളവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് കിഫ്ബി, ഇറിഗേഷൻ, ഇതര വകുപ്പുകൾ വഴി എല്ലാം കൂടി ചേർന്നാൽ ഏതാണ്ട് 12,000 കോടി രൂപയുടെ സഹായം ഈ ഗവൺമെൻറ് കാലത്ത് ലഭിച്ചു. അതായത് UDF ഗവൺമെൻറ് കാലത്ത് നൽകിയതിനേക്കാൾ 3 ഇരട്ടി ആണ് ഈ കാലയളവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലത്ത് നമ്മൾ നൽകിയിട്ടുള്ളത്. അതിൻ്റെ എല്ലാം കണക്കുകൾ വെച്ചുകൊണ്ട് ആണ് ഞാൻ ഈ സംസാരിക്കുന്നത്. സാർ, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക്
ഒത്തിരി നൂതനമായ ആശയങ്ങൾ ഈ മേഖലയിൽ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. സർ, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 21 മുതൽ നമ്മൾ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായി കഴിഞ്ഞ ഗവൺമെൻറ് തുടർച്ചയെന്ന നിലയിലും നമുക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി. അത് സാർ, ഏറ്റവും രാജ്യത്തെ മികച്ച മറൈൻ സംസ്ഥാനമായി കേരളം മാറി, ഏറ്റവും മികച്ച മറൈൻ ജില്ലയായി കൊല്ലം ജില്ല മാറി എന്നതും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടമായിട്ട് നമ്മൾ കാണുകയാണ്. 2022 നമ്മൾ നടത്തിയ പുനർഗേഹം പദ്ധതിക്ക് സ്കോച്ച് അവാർഡ് സെമി ഫൈനലിസ്റ്റ് പുരസ്കാരം ലഭിച്ചു. ഇ സിറ്റിസൺ സർവീസ് ഡെലിവറി അവാർഡ് 2023 ഫിഷറീസ് വകുപ്പ് നിർമ്മിച്ച ഫിൻ സോഫ്റ്റ്വെയർ ലഭിച്ചു. സർ, മത്സ്യഫെഡിന് ധാരാളം അവാർഡുകൾ 2022 നമുക്ക് അവാർഡ് ലഭിച്ചു. എക്സലൻസ് അവാർഡ് ലഭിച്ചു. 22 നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ അവാർഡ് ലഭിച്ചു. 21, 23, 24 വർഷങ്ങൾ ഇന്ത്യൻ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിൽ ഏറ്റവും മികച്ച എക്സിബിറ്റർ അവാർഡ് ലഭിച്ചു. അങ്ങനെ ധാരാളം അവാർഡുകൾ ഈ കാലയളവിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇതെല്ലാം നമ്മുടെ ഈ പറഞ്ഞ 8.5 വർഷക്കാലത്തെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് സർ ഉണ്ടായത്. സർ, മത്സ്യ ഉൽപ്പാദനത്തിൽ ഉൾനാടൻ മേഖല ഗണ്യമായ പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. സർ, 21-22 വർഷത്തിൽ 2.2 ലക്ഷം മെട്രിക് ടൺ ആയിരുന്നു നമ്മുടെ മത്സ്യ ഉൽപ്പാദനമെങ്കിൽ അത് ക്രമാനുഗതമായി വർദ്ധിച്ച് 23-24 ആയപ്പോൾ ഏതാണ്ട് 40,852 മെട്രിക് ടണ്ണായി അത് വർദ്ധിച്ചു. സർ, 13,706 ഹെക്ടർ വിസ്തൃതിയിൽ ഇപ്പോൾ ഒരു നെല്ലും ഒരു മീനും കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2,349 ഹെക്ടർ ചെമ്മീൻ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 7,103 കുളങ്ങളിൽ ശാസ്ത്രീയ മത്സ്യകൃഷി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫലമായി വലിയ തരത്തിലുള്ള മത്സ്യ ഉൽപ്പാദനം നമുക്ക് ഉൾനാടൻ മേഖലയിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയും. സർ, ഇവിടെ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ടും ഏതാണ്ട് ലൈവ് പദ്ധതിയിൽ സാർ ഭവനം നിർമ്മിച്ച് പൂർത്തീകരിച്ച് താമസിക്കുന്നത് 13,765 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ച് നൽകി സാർ ഈ അവസരം. അതുകൂടാതെ തന്നെ പുനർഗേഹം പദ്ധതി വഴി 18,685 മത്സ്യത്തൊഴിലാളികളെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. ആ ലിസ്റ്റ് ഔട്ട് ചെയ്തതിനകത്ത് ഏകദേശം ഇപ്പോൾ ഉറപ്പായും വീട് നിർമ്മിച്ച് നൽകിയത് 5,338 വീടുകൾ. സാർ, അതിൽ 1,136 ഫ്ളാറ്റുകൾ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മുടെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ മുട്ടത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ നിർമ്മിക്കുന്ന 400 ഫ്ളാറ്റുകൾ ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദ്ധതിയായിട്ടാണ് മാറുന്നത്. സാർ, നമ്മുടെ തീരദേശത്തെ ലൈബ്രറികൾക്ക് ഈ വർഷം 75 ലൈബ്രറികൾക്ക് നമ്മൾ ഈ വർഷം കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള അനുബന്ധ ഉപകരണങ്ങൾ നൽകുന്ന വലിയൊരു പദ്ധതി പ്രതിഭാ തീരം എന്നൊരു പദ്ധതി നമുക്ക് നടപ്പാക്കി. സാർ, മത്സ്യത്തൊഴിലാളികളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയുള്ള കരിയർ ഗൈഡൻസ് പദ്ധതികൾ, അതുപോലെ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടാൽ ആ കുട്ടികളെ ദത്തെടുത്ത് സംരക്ഷിച്ച് പഠിപ്പിക്കുന്ന പദ്ധതി, അതുപോലെ തന്നെ മെഡിക്കൽ എൻട്രൻസുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞ 86ഓളം കുട്ടികളെ ഡോക്ടർമാരാക്കിയ പദ്ധതി, അതുപോലെ തന്നെ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിൽ സാർ 20% മത്സ്യത്തൊഴിലാളി കുട്ടികൾക്ക് സംവരണം ഏർപ്പെടുത്തി ഈ രൂപത്തിൽ വിദ്യാഭ്യാസ രംഗത്തും ശ്രദ്ധേയമായ ഇടപെടലാണ് ഈ കഴിഞ്ഞ 3 വർഷക്കാലം നമുക്ക് ചെയ്യാൻ പറ്റും. സാർ, ഈ ഗവൺമെൻറ് കാലത്താണ് സമുദ്ര ബസ്സുകൾ, അതായത് മത്സ്യ വിൽപ്പന നടത്തുന്ന സ്ത്രീകൾക്ക് വിൽക്കാൻ വേണ്ടി പോകുന്നതിനുള്ള ബസ് KSRTCയുമായി ചേർന്ന് നമ്മളിപ്പോൾ നടപ്പാക്കി കഴിഞ്ഞു. സാർ, ആരോഗ്യരംഗത്തും 32.22 കോടി രൂപ ചെലവിൽ 20 ഫിഷറീസ് ആശുപത്രികൾ സാർ, അതുപോലെ ജില്ലാ ആശുപത്രി, CHSC, PHSC ഡിസ്പെൻസറി എന്നിവയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു നൽകി. അതിൽ 19 എണ്ണം ഇപ്പോൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. സാർ, 14 തീരദേശ വിദ്യാലയങ്ങൾ സ്പോർട്സ് സൗകര്യം വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ റിസർവോയറിലെ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി നമുക്ക് ഏകദേശം വിവിധ വൈവിധ്യവൽക്കരണം ഏർപ്പെടുത്തിയതിൻ്റെ ഭാഗമായി 744 ബയോഫ്ലോക്ക്, 614 അക്വാകൾച്ചർ സിസ്റ്റം, 664 ഊർജ്ജലകൂട് യൂണിറ്റുകൾ, 640 കല്ലുമക്കായ കൃഷി യൂണിറ്റുകൾ, 706 അലങ്കാര മത്സ്യകൃഷി യൂണിറ്റ് തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ പദ്ധതികളും ഇതിൻ്റെ ഭാഗമായി നമ്മൾ നടത്താൻ കഴിഞ്ഞു. സാർ, തദ്ദേശീയമായ മത്സ്യ ഉൽപ്പാദനത്തിലും വലിയ മാറ്റം ഉണ്ടാക്കി. 97.51 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ ഈ കാലയളവിൽ പ്രത്യേകിച്ച് വരാൽ, കരിമീൻ മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. ഹാച്ചറികൾ നല്ല മുന്നേറ്റമാണ് ഉണ്ടായത്. ഏതാണ്ട് 1,200.55 ലക്ഷം ഉണ്ടായിരുന്നത് 1,339.78 ലക്ഷമായി വർദ്ധിപ്പിച്ചു. 4 ഫിഷറി സ്റ്റേഷനുകൾ കാസർഗോഡ്, അഴീക്കോട്, പൊന്നാനി, തോട്ടപ്പള്ളി എന്നിവിടങ്ങൾ നമ്മൾ ആരംഭിച്ചു. ഈ രൂപത്തിൽ ധാരാളം കാര്യങ്ങൾ. ട്രോൾ ബാൻ നമ്മൾ 47 ദിവസം എന്നുള്ള 52 ദിവസമായി മാറ്റി. അതുപോലെ കൃത്രിമ പാര്, ഈ സമുദ്രത്തിലെ മത്സ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഭാഗമായി നമ്മൾ തീരക്കടലിൽ
2021-22 വർഷത്തിൽ വേളി 310 കൃത്രിമപ്പായൽ സ്ഥാപിച്ചു. അതുപോലെ തന്നെ വലിയ തുറ, കൊച്ചുതുറ, പുതിയ തുറ, പള്ളം, അടിവലത്തുറ 1400 കൃത്രിമപ്പായൽ സ്ഥാപിച്ചു. ഏതാണ്ട് ഇപ്പോൾ 22-23 വർഷത്തിൽ ഏതാണ്ട് 13.02 കോടി രൂപയുടെ പദ്ധതി നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ 42 മത്സ്യ ഗ്രാമങ്ങളിൽ തീരക്കടൽ നമ്മൾ 6300 കൃത്രിമപ്പായൽ സ്ഥാപിച്ചു. അതുപോലെ സുരക്ഷാ മേഖലയിലും വലിയ മാറ്റമാണ് സാർ. 9 ഫിഷറീസ് സ്റ്റേഷനുകളും ആവശ്യമായ എല്ലാ സുരക്ഷാ ഉപകരണങ്ങളും ഇപ്പോൾ ലഭ്യമാക്കി. അവിടെ എല്ലായിടത്തും റെസ്ക്യൂ യൂണിറ്റ് സജ്ജമാക്കി. മറ്റ് സൗകര്യങ്ങളും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സാർ. മത്സ്യ മാർക്കറ്റുകളുടെ കാര്യത്തിലും വലിയ മാറ്റമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് കിബി വഴിയും മറ്റ് പദ്ധതികൾ വഴിയും നമ്മുടെ സംസ്ഥാനത്തെ നല്ലൊരു ശതമാനം മത്സ്യ മാർക്കറ്റ് 57ഓളം മത്സ്യ മാർക്കറ്റ് ഇതിനോടൊപ്പം തന്നെ നവീകരിച്ചു കഴിഞ്ഞു സാർ. ഈ ഗവൺമെൻറ് കാലത്താണ് മത്സ്യ സംഭരണവും വിപണനവും ഗുണനിലവാര പരിപാലനവും സംബന്ധിച്ചുള്ള നിയമം പാസ്സാക്കി. അതിൻ്റെ ചട്ടം ഏകദേശം ആയിക്കഴിഞ്ഞു, നടപ്പാക്കാൻ പോവുകയാണ് സാർ. തീരത്തിൻ്റെ മേഖലയിൽ മത്സ്യത്തൊഴിലാളികളെ ഇപ്പോൾ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യം ഇടനിലക്കാരില്ലാതെ വിൽക്കുന്നതിന് വേണ്ടി ചൂഷണമില്ലാത്ത ഒരു സംവിധാനം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആ പദ്ധതി നമ്മൾ നടപ്പാക്കുന്നത് സാർ. അതിദാരിദ്ര്യം ഇല്ലാത്ത മേഖലയെ മത്സ്യമേഖലയെ മാറ്റുന്നതിന് വേണ്ടി നമ്മൾ നടത്തിയ സർവേയിൽ 2317 പേരെയാണ് കണ്ടെത്തിയത് സാർ. അതിലൊരു 80% ആളുകളെയും ഇതിനോടകം തന്നെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു. വരാൻ പോകുന്ന 2-3 മാസത്തിനുള്ളിൽ കേരളത്തിൻ്റെ തീരമേഖല അതിദാരിദ്ര്യമില്ലാത്ത തീരമായി കേരളത്തിൻ്റെ തീരമേഖല മാറ്റും എന്ന കാര്യം ഉറപ്പുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. നമ്മളിപ്പോൾ ഏറ്റെടുത്ത ഏറ്റവും നൂതനമായൊരു പദ്ധതിയാണ് സാർ തൊഴിൽ തീരം പദ്ധതി. അതായത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളി വീട്ടിൽ മറ്റൊരു തൊഴിൽ 27,752 ആളുകൾ ഇപ്പോൾ സാർ ഇതിൽ രജിസ്റ്റർ ചെയ്തു. നോളജ് മിഷൻ്റെ കൂടി സഹായത്തോടു കൂടി നമ്മളിപ്പോൾ ഇതിനു വേണ്ടിയുള്ള പദ്ധതികളായി മുന്നോട്ട് പോകുന്നു. 9 ജില്ലയിലെ 46 മണ്ഡലങ്ങളിൽ ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി മണ്ഡലതലത്തിൽ MLA-മാരുടെ സഹായത്തോടുള്ള കമ്മിറ്റികളിലായി കഴിഞ്ഞു സാർ. അടുത്ത ഒരു വർഷം കൊണ്ട് ഈ പറയുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് കേരളത്തിൻ്റെ തീരമേഖല മാറുന്നു. അതാണ് തൊഴിൽ തീരം പദ്ധതി. അതിന് വലിയ തരത്തിലുള്ള പിന്തുണ ഇപ്പം തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. മറ്റൊരു പദ്ധതി ഇപ്പം നമ്മൾ നടപ്പാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ട് ഉദ്ഘാടനം കഴിഞ്ഞു. ശുചിത്വ സാഗരം സുന്ദര തീരം സംസ്ഥാന ഗവൺമെൻറ് തദ്ദേശഭരണ വകുപ്പിൽ നിന്ന് നടക്കുന്ന പദ്ധതിയുടെ ഭാഗമായി തന്നെ കേരളത്തിൻ്റെ 600 കിലോമീറ്റർ 600 ആക്ഷൻ ഗ്രൂപ്പുകളെ സൃഷ്ടിച്ചുകൊണ്ട് ഏതാണ്ട് 3000-ഓളം വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ച് വലിയ തരത്തിലുള്ള ഒരു ക്ലീനിങ് പദ്ധതി കേരളത്തിൻ്റെ തീരമേഖല നടത്താൻ വേണ്ടിയുള്ള സംവിധാനവും നമ്മളിപ്പം ചെയ്യുന്നുണ്ട് സാർ. സാർ, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മുടെ ഈ ഗവൺമെൻറ് ആരംഭഘട്ടത്തിൽ ഉണ്ടായെന്ന് എല്ലാവർക്കും അറിയാം. അത് പരമാവധി കത്തിക്കാൻ വേണ്ടി പലരും ശ്രമിച്ചു. എന്നാൽ ഇപ്പം ഞാനൊരു കാര്യം പറയുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നു. ബഹുമാനപ്പെട്ട തുറമുഖ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചു. രാജ്യത്തെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ തുറമുഖമായി മാറാൻ പോകുന്നു സാർ. അവിടുത്തെ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് സംസ്ഥാന ഗവൺമെൻറ് സഹായത്തോടുകൂടി അദാനി ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം സാർ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി വരുന്ന അനുബന്ധമായി വരുന്ന പ്രയാസങ്ങൾ നേരിടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു തരത്തിലുമുള്ള പ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവരുമായി ഉണ്ടാക്കിയ ധാരണ സംസ്ഥാന ഗവൺമെൻറ് പൂർണ്ണമായി നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം സാർ അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു. ഞാൻ ഓരോന്നും വിശദീകരിക്കുന്നില്ല സാർ. കോടിക്കണക്കിന് രൂപ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ ബന്ധപ്പെട്ട് കൊടുത്തു കഴിഞ്ഞു. ഏറ്റവും അവസാനം കഴിഞ്ഞ ആഴ്ചയിൽ 10 കോടി രൂപ കൂടി വീണ്ടും ധനകാര്യ വകുപ്പ് അനുവദിച്ചു. അവരുടെ പ്രശ്നങ്ങളെല്ലാം ഓരോന്നായി ചർച്ച ചെയ്ത് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ഒരു കാലയളവിലേക്ക് കേരളം മാറുന്നു എന്നതും ശ്രദ്ധേയമായ ഒരു നേട്ടമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. അതുപോലെ തന്നെ ഇൻഷുറൻസ് മേഖലയിൽ വലിയ മുന്നേറ്റമാണ് നമ്മൾ ഉണ്ടാക്കിയത്. നമ്മൾ ഏതാണ്ട് 2004 മുതൽ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ആളുകൾക്ക് പണം കിട്ടാതിരുന്നു സാർ. 2 അദാലത്തുകൾ മന്ത്രി എന്ന ഞാൻ തന്നെ പങ്കെടുത്ത് നടത്തി. അതിൻ്റെ ഭാഗമായി ഏതാണ്ട് 167 കുടുംബങ്ങൾക്ക് 15.83 കോടി രൂപ ഈ അദാലത്ത് വഴി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. ഇനി 21 കേസുകളാണ് ആകെ കേരളത്തിൽ സെറ്റ് ചെയ്യാനുള്ളത്. ആ 21 കേസുകൾക്ക് രേഖകളില്ലാത്തതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി പണം കൊടുക്കുന്നില്ല. ആ കാര്യം ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തി അതുകൂടി പരിഹരിച്ചു കഴിഞ്ഞാൽ സാർ 2025 വരെ അല്ലെങ്കിൽ 2004 മുതൽ ഇൻഷുറൻസിൻ്റെ പണം കിട്ടാത്ത ഒരാളും കേരളത്തിൽ ഉണ്ടാകില്ല എന്ന ഉറപ്പ് വരുത്താൻ നമ്മുടെ ഗവൺമെൻറ് കഴിഞ്ഞു എന്ന് എൻ്റെ നേട്ടമായിട്ട് ഞാൻ കാണുകയാണ് സാർ. ക്ഷേമനിധിയുടെ കാര്യത്തിൽ വലിയ നേട്ടമാണ് സാർ ഉണ്ടായത്. അത് മൊത്തത്തിൽ പരിഷ്കരിച്ചു. ഇന്നലെ ക്ഷേമനിധിയെപ്പറ്റി ഒരു ചർച്ച ഇവിടെ നടന്നു. ആ ചർച്ചയിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയെപ്പറ്റി എൻ്റെ സുഹൃത്ത് വിൻസെൻ്റ് ഒന്നും പറയാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും ഫലപ്രദമായി നടക്കുന്ന ക്ഷേമനിധിയാണ് സാർ. പറയാം, അത് ഞാൻ ലാസ്റ്റ് വരാം സാർ. ഇത് കേക്ക് മത്സ്യബന്ധന സമയത്തോ തൊട്ടു പിന്നാലെയോ MLA-മാരോട് അറിഞ്ഞിരിക്കണം.
തൊട്ടു പിന്നാലെ അപകടം കൊണ്ടല്ലാതെ ആകസ്മിക കാരണങ്ങൾ ഉണ്ടാകുന്ന മരണത്തിന് ആശ്രിതർക്ക് നൽകുന്ന സഹായം 50,000-ൽ നിന്ന് 1,00,000-ആയി വർദ്ധിപ്പിച്ചു. മത്സ്യ അനുബന്ധ തൊഴിലാളികളുടെ പെൺകുട്ടികളുടെ വിവാഹ ധനസഹായം 10,000-ൽ നിന്ന് 25,000-ആയി വർദ്ധിപ്പിച്ചു. മത്സ്യത്തൊഴിലാളിയുടെ ആശ്രിതരുടെ മരണാനന്തര ചെലവുകൾ 600 രൂപയായിരുന്നു 2,000-ആയി വർദ്ധിപ്പിച്ചു. സാർ, ഇങ്ങനെ സർക്കാർ മെഡിക്കൽ സ്ഥാനത്ത് സീറ്റ് ലഭ്യമാകാത്ത അംഗങ്ങളുടെ മക്കൾക്ക് മെഡിക്കൽ വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി 1,00,000 പുതിയതായി കൊണ്ടുവന്നു. വിൻസെന്റ്, ഇതെല്ലാം ഞാൻ വായിക്കുന്നില്ല. വിൻസെന്റ്, എൻ്റെ കോപ്പി തരാം. ആ തീരദേശത്ത് മുഴുവൻ പ്രസംഗിക്കണം. കാരണം കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു നേട്ടം മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുത്ത ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ഇത്രയും ഒത്തിരി ഉണ്ട്, ഇതിനെ വിശദീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ഓരോന്നും ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇരട്ടിയും മൂന്നിരട്ടിയുമായി വർദ്ധിപ്പിച്ചുകൊണ്ട് കൃത്യമായി കൊടുക്കുന്ന ഏറ്റവും മികച്ച ഒരു മേഖലയാക്കി നമ്മുടെ ക്ഷേമനിധിയെ നമുക്ക് മാറ്റാൻ കഴിയും. സാർ, അപകട മരണം ഉണ്ടായാൽ 10 ലക്ഷം രൂപ, അത് മത്സ്യഫെഡ് വഴി 10 ലക്ഷം, ക്ഷേമനിധി വഴി 10 ലക്ഷം, 20 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. 500 റുപ്യ മുടക്കിയാൽ 20 ലക്ഷം രൂപ ഈ ലോകത്ത് കൊടുക്കുന്ന ഇൻഷുറൻസ് സ്കീം ഉണ്ടെങ്കിൽ അത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കീഴിലാണെന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. സാർ, ഇത് കൂടാതെയാണ് വിവിധ വകുപ്പുകൾ. അതിലൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് കുഫോസ്. സാർ, കുഫോസ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാന സ്ഥാപനമായി മാറി. അവിടെ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു. സാർ, ഈ ഗവൺമെൻറ് കാലത്ത് UGC, ICAR, AICT അംഗീകാരങ്ങൾ ഈ കാലയളവിൽ ലഭിച്ചു. അതുപോലെ തന്നെ അവരുടെ കീഴിൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ പുതിയ സെൻറ്റർ ആരംഭിച്ചു. ആ പയ്യന്നൂരിൽ പുതിയ കെട്ടിടം പണിയുന്നതിന് ഈ ബഡ്ജറ്റിൽ ഗവൺമെൻറ് പണം വെച്ചു. കുഫൂസിനെ അന്താരാഷ്ട്ര പര്യവേഷണ സംഘടനയായ URTക്ക് അംഗത്വം ലഭിച്ചു ഈ കാലയളവിൽ. അങ്ങനെ കുഫൂസ് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല മികച്ച യൂണിവേഴ്സിറ്റിയായി ഈ കാലയളവിൽ നമുക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നതും വലിയ നേട്ടമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. സാർ, തീരദേശ വികസന കോർപ്പറേഷൻ, സാർ, അവിടെ എല്ലാ തരത്തിലുമുള്ള വളർച്ച, അത്ഭുതകരമായ വളർച്ച. സാർ, ഒരു 15 ഇരട്ടിയായി തീരദേശ വികസന കോർപ്പറേഷന്റെ വരുമാനത്തിലും അതിൻ്റെ തൊഴിൽ മേഖലയിൽ എല്ലാം ഇടപെടാനുള്ള ഒരു മാറ്റമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് നന്നായി സഹായിച്ചു. അവരെ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്ന നോഡൽ ഏജൻസിയായിട്ട് ഗവൺമെൻറ് അംഗീകരിച്ചതിൻ്റെ ഫലമായി ഇന്ന് കേരളത്തിൽ ഏത് പ്രവൃത്തിയും PWD പോലെ തന്നെ ചെയ്യാൻ കഴിയുന്ന ഏജൻസിയായിട്ട് തീരദേശ വികസന കോർപ്പറേഷൻ അംഗീകരിച്ചു. സാർ, ആന്ധ്രാപ്രദേശിലടക്കം ഇപ്പോൾ പുതിയ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു. ആന്ധ്രാപ്രദേശിലടക്കം നമ്മൾ പ്രവർത്തികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളെയും നമ്മളിപ്പോൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മികച്ച എഞ്ചിനീയറിംഗ് സ്ഥാപനമായി നമ്മുടെ തീരദേശ വികസന കോർപ്പറേഷനെ മാറ്റി ഇന്നത് ലാഭത്തിലേക്ക് എത്തി. സ്വന്തം കെട്ടിട പണിത് പൂർത്തീകരിച്ചു. അങ്ങനെ മികച്ച പ്രവർത്തനം. സാർ, മത്സ്യഫെഡ് സാർ 2023 വരെ നഷ്ടത്തിലായിരുന്നു. സാർ, 23-24 മുതൽ അത് ലാഭത്തിലായി എന്ന സന്തോഷകരമായ കാര്യം പറഞ്ഞു. സാർ, 649.68 ലക്ഷം കോടി രൂപ ഈ മത്സ്യഫെഡിന് ഏതാണ്ട് 6,49 ലക്ഷത്തോളം രൂപ മത്സ്യഫെഡ് ലാഭത്തിലേക്ക് പോയ ഒരു കാലയളവാണ് സാർ ഇത്. സാർ, അതുപോലെ തന്നെ അഡാക്ക്, സാർ, 30 വർഷമായി നഷ്ടത്തിലായിരുന്നു അഡാക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ അപ്പുറത്തുനിന്ന് ചർച്ച ചെയ്തപ്പോൾ ഇതൊന്നും ഫിഷറീസ് വകുപ്പിലെ കാര്യമായിട്ടൊന്നും പറയാനില്ലാഞ്ഞുകൊണ്ട് പറയാനില്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലല്ലോ പറയാഞ്ഞത്. ഇതൊക്കെ അറിയാം നിങ്ങൾക്ക്, കാരണം അത് പറയാൻ പറ്റത്തില്ല. അഡാക്ക്, വിൻസെന്റ്, നിങ്ങളുടെ കാലത്തടക്കം നഷ്ടത്തിലായിരുന്നു. 30 വർഷമായി നഷ്ടത്തിലെ അഡാക്ക് സാർ 4.3 ലക്ഷം, അതായത് 4,30,00,000 രൂപ ഈ കഴിഞ്ഞ വർഷം ലാഭത്തിലാക്കി. ഈ വർഷവും ലാഭത്തിലായി എന്ന് അഭിമാനകരമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, സാഫ്, സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കുന്ന സംവിധാനം മികച്ച തരത്തിൽ 607 യൂണിറ്റുകൾ എന്നുള്ളത് ഈ ഗവൺമെന്റ് കാലഘട്ടത്തിൽ 2,652 വർദ്ധിപ്പിച്ചുകൊണ്ട് മികച്ച പ്രവർത്തനം നമുക്ക് തൊഴിൽ മേഖലയിൽ നടത്തി. സാർ, തീരസദസ്, സാർ, ഞാൻ മന്ത്രി എന്ന നിലയിൽ ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം 47 അസംബ്ലി മണ്ഡലത്തിൽ പോയി. അങ്ങയുടെ മണ്ഡലത്തിൽ ഞാൻ വന്നു. സാർ, അതിൻ്റെ ഭാഗമായി 44,779 ആളുകൾ പങ്കെടുത്തു. അതിൽ 1,832 ജനപ്രതിനിധികൾ പങ്കെടുത്തു. സാർ, 799 ലക്ഷം രൂപ ഈ തീരസദസ്സിൽ കുടിശ്ശികയുണ്ടായിരുന്നു വിതരണം ചെയ്തു. 25,150 പരാതി വന്നു. സാർ, അതിൽ ഫിഷറീസിന്റെ പരാതിയിൽ 10% ഒഴിച്ച് എല്ലാം പരിഹരിച്ചു. വിവിധ വകുപ്പുകളിലേക്ക് കൊടുത്ത പരാതികൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു. അത് സംബന്ധിച്ച് വീണ്ടും ജില്ലാതല മീറ്റിംഗുകൾ ഞങ്ങൾ വിളിച്ചിരിക്കുന്നു. തീരസദസ്സിലൂടെ കേരളത്തിന്റെ തീരമേഖലയിൽ വലിയ തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞു എന്നത് വലിയ നേട്ടമാണ്. സാർ, ഹാർബർ എഞ്ചിനീയറിംഗ് മികച്ച പ്രവർത്തനം നടത്തി. സാർ, കേരളത്തിലെ എല്ലാ നമ്മുടെ ഹാർബറുകളും നവീകരിക്കുന്ന പദ്ധതി ചരിത്രത്തിലാദ്യമാണ്. സാർ, എല്ലാ ഹാർബറുകളും നവീകരിച്ച് മികച്ച തരത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരു കാര്യം. ഞാൻ ഓരോന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല, കാരണം അങ്ങയുടെ സമയം ഞാൻ കളയുന്നില്ല. സമയമായി, പ്ലീസ്. ഇല്ല സാർ, ഞാൻ കറക്റ്റായിട്ട് നോക്കുന്നുണ്ട്. ഇത്ര കാര്യം സമയം നിങ്ങൾക്കുള്ളതല്ല. അത് ഞാൻ നോക്കുന്നുണ്ട് സാർ. കറക്റ്റ് സമയത്ത് അങ്ങനെ അടിക്കുന്ന സമയത്ത് നിർത്തിയിരിക്കും. എന്നാൽ പിന്നെ നിർത്തുന്നതല്ലത്.
ഇനി 5 മിനിറ്റ് 6 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ ഓരോ കാര്യങ്ങളും ഞാൻ വിശദീകരിക്കും സാർ. അങ്ങനെ ഈ ഗവൺമെന്റിന്റെ കാലത്തുള്ള ഭരണ നേട്ടങ്ങൾ എല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ സൂചിപ്പിച്ചതുപോലെ ചില കാര്യങ്ങൾ കൂടി മറുപടി പറയാനാണ് സാർ. പൊഴിയൂരിനെ പറ്റി ബഹുമാനപ്പെട്ട കോവള MLA പറഞ്ഞപ്പോൾ എനിക്കൊരൊറ്റ കാര്യമുള്ളൂ. UDF പൊഴിയൂർ ഹാർബർ വേണോ വേണ്ട എന്ന് ബഹുമാനപ്പെട്ട UDF നേതൃത്വം തന്നെ പറയണം. വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞാൽ നമുക്കത് ഉപേക്ഷിക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം സാർ, തമിഴ്നാടിൻ്റെ അതിർത്തി ഞാനത് പറയട്ടെ സാർ, കൊല്ലങ്കോട് തമിഴ്നാട് സാർ ഞാൻ പറയട്ടെ, തമിഴ്നാടിൻ്റെ അതിർത്തി വരെ കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടുകൂടി അന്നുണ്ടായിരുന്ന കോൺഗ്രസിന്റെ മന്ത്രി 1ാം UPA ഗവൺമെന്റ് കാലത്ത് അവിടെ കെട്ടിഭിത്തി തീരെ സംരക്ഷിച്ചു. അതിന്റെ ഫലമായി അനുഭവിച്ചത് കേരളത്തിലെ പൊഴിയൂരിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയാണ്. ആ പൊഴിയൂര് മുഴുവൻ താർന്നടിഞ്ഞു നിങ്ങളുടെ കാലത്ത്. നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. പറയട്ടെ, കടല് കയറി സാർ. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഞാനവിടെ പോയി, മുഖ്യമന്ത്രി നിർദ്ദേശിച്ച് പോകണമെന്ന് പറഞ്ഞ് പോയി. അവിടെ കണ്ടു സാർ, അവിടെ ഒരു ഹാർബർ പണിയാതെ പ്രശ്നം തീരില്ല. അവിടെ ഹാർബർ പണിയാൻ വേണ്ടി നമ്മുടെ എസ്റ്റിമേറ്റ് 343 കോടി രൂപ വേണം. കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾ അയച്ചു. കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ ഭാഗമായിട്ട് നിർദ്ദേശം വന്നു. അത് ചെന്നൈയിലെ NIAT പരിശോധിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു. അവർ വന്ന് സ്ഥലം സന്ദർശിച്ചു, പദ്ധതി റിവൈസ് ചെയ്തു. ഇപ്പോൾ അംഗീകാരത്തിന് വേണ്ടിയുള്ള നടപടികൾ അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി. സർ, ഹാർബർ നിർമ്മിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പഠിച്ചു. അങ്ങ് ഇവിടെ ഉന്നയിച്ചതുപോലെ പൊഴിയൂര് മുതൽ താഴോട്ട് വരുന്ന പ്രദേശങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആഘാതം ഉണ്ടാകുമോ എന്ന കാര്യം പഠിച്ചപ്പോൾ അത്തരം വലിയ പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ അടിയന്തര സ്വഭാവത്തിൽ പൊഴിയൂരിലെ തീരത്തെ സംരക്ഷിക്കണം. ആ പ്രശ്നം ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രദ്ധപ്പെടുത്തി. സാർ, ഈ ബഡ്ജറ്റിൽ 5 കോടി രൂപ അനുവദിച്ചു. അതിന്റെ നിർമ്മാണ പ്രവർത്തനം അവിടെ ആരംഭിച്ചു. ആ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ദയവ് ചെയ്ത് പൊഴിയൂരുകാരെ പണിയാൻ നിങ്ങൾ ഇറങ്ങരുതെന്ന് വിഷമത്തോടുകൂടി ഞാൻ പറയുകയാണ്. അതങ്ങ് നടക്കട്ടെ. അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വിൻസെന്റ്. അവിടെ പൊഴിയൂരിൽ ഇപ്പോൾ ഈ 5 കോടി രൂപ മുടക്കി അവിടെ നിർമ്മിക്കുന്ന ഈ സംരക്ഷണ സംവിധാനം അത് പൂർത്തീകരിക്കണം. കേന്ദ്ര ഗവൺമെന്റ് കൂടി സഹായത്തോടെ സംസ്ഥാനം 40% തുക കൊടുക്കുമ്പോൾ 372 കോടി രൂപയുടെ ഹാർബറുടെ ഭാവി വരണം. ഇല്ലെങ്കിൽ പൊഴിയൂരെന്ന് പറയുന്ന ഒരു സ്ഥലം നമ്മുടെ കേരളത്തിൽ കാണില്ല എന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു ഞാൻ ഇത് പോയിന്റ് ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞു. ഞാൻ പറയട്ടെ സാർ, അത് പറയാൻ ഞാൻ പറയുന്നത് വിൻസെന്റിന്റെ സുഹൃത്താണ്. പക്ഷേ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആ വിൻസെന്റ് ആ പ്രശ്നം ഉന്നയിച്ചതെന്നുകൊണ്ടാണ് ഞാൻ ഈ രൂപത്തിൽ മറുപടി പറഞ്ഞത്. അങ്ങേക്ക് ഒരു പ്രയാസവും വേണ്ട സാർ. അവിടെ അത് മാത്രമല്ല, രണ്ടാമത് ഈ മുതലപ്പൊഴി ഇവിടെ പ്രതിപക്ഷം എത്ര നാളായിട്ട് എത്ര അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു, എത്ര ബോയ്ക്കോട്ട് നടത്തി സാർ. അവിടെയും ഞാൻ രാവിലെ വിശദീകരിച്ചു, ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അവിടെയും നമ്മൾ എന്തൊരുക്കി എന്ന ചോദ്യം 7 കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ബഹുമാനപ്പെട്ട മെമ്പറോട് പറയുന്നു, 7 കാര്യവും നടപ്പാക്കിയ ഗവൺമെന്റാണ്. നടന്നില്ലെന്ന് പറയരുത്. ഓരോന്നും വിശദീകരിക്കേണ്ട. ഐമാസ് സോളാർ ലൈറ്റ് സ്ഥാപിച്ചൊന്ന് പോയി നോക്ക്. അവിടെ ആംബുലൻസ് സംവിധാനം ഇപ്പോൾ പോയി നോക്ക്. അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ അവിടുത്തെ റോഡ് നിർമ്മിച്ചെന്ന് സമ്മതിച്ചു, പോയി നോക്ക്. അവിടെ അവിടെ സ്ഥിരമായിട്ടുള്ള മറ്റു തരത്തിലുള്ള സംവിധാനം, അതുപോലെ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 30 റെസ്ക്യൂ ഗാർഡ്, പോയി നോക്ക്. 7 കാര്യം പറഞ്ഞു, ഒന്നും ചെയ്തില്ല എന്ന് ഇങ്ങനെ പച്ചക്കള്ളം പറയാമോ എൻ്റെ പ്രിയ വിൻസെന്റ്? അങ്ങ് പറഞ്ഞ 7 കാര്യവും നടപ്പാക്കി. പറഞ്ഞാൽ ചെയ്യാൻ കഴിയുന്നത് പറയൂ. പറയുന്ന കാര്യം ചെയ്യുന്ന ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് ആ പറഞ്ഞതും എനിക്ക് മനസ്സിലായി അവിടെ ഒരു പണി തരാൻ വേണ്ടി പറഞ്ഞതാണ്. അതൊന്നും ഇവിടെ തേക്കത്തില്ല. അങ്ങ് പിന്നെ വേറൊരു കാര്യം ഉന്നയിച്ചു, മത്സ്യത്തൊഴിലാളിയുടെ കുട്ടികൾക്ക്. സാർ, മത്സ്യത്തൊഴിലാളിയുടെ കുട്ടികൾക്ക് ഈ വർഷം ഈ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രിയുടെ സഹായത്തോടെ സാർ 36.78 കോടി രൂപ വിദ്യാഭ്യാസാനുകൂല്യം ഈ വർഷം കൊടുത്തു. അതുപോലെ ലെൻസ ഗ്രാൻഡ് ആനുകൂല്യം നൽകി വരുന്നു. സാർ, ഈ വർഷത്തെ ആനുകൂല്യത്തിൽ മലപ്പുറത്ത് 2 ലക്ഷം, തിരുവനന്തപുരത്ത് 50 ലക്ഷം. സാർ, തീർന്നു. ഇത്രയും കുടിശ്ശിയുണ്ട്. അതങ്ങ് മനസ്സിലാക്കിക്കോണം. ആ പണം ഉടനെ കൊടുക്കും. ശാസ്ത്രീയ കോളേജിൽ വരുന്നതിനകത്ത് ചെറിയ കുടിശ്ശിയുണ്ട്. അത് ഞാൻ ഇപ്പൊ സാർ 2 മിനിറ്റ് ഉണ്ട്, ഇത്രേ ഉള്ളൂ. അതുപോലെ മഞ്ചേശ്വരം ഹാർബറിനെ പറ്റി അവിടുത്തെ ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞു. ഞാൻ അവിടെ പോയിരുന്നു സാർ. സാർ, മനോഹരമായ ഹാർബർ പിണറായി വിജയൻ ഗവൺമെന്റ് വന്നതിന് ശേഷം പണിത്. ഉമ്മൻചാണ്ടി സാർ കണ്ടിട്ടെന്ന് പറഞ്ഞ ഹാർബറാകും സാർ. കാശ് കൊടുത്ത് പണിതത് ഞങ്ങൾ. നല്ലൊരു നന്ദി വാക്ക് പറയണ്ടേ. ഞാനവിടെ പോയി, ഞാനവിടെ ചെന്നു. അവിടെ ചെന്ന് എല്ലാം പഠിച്ചപ്പോൾ അവിടെ റോഡ് ഒരു പാലം പണിയണം. ശരിയാ സാർ. ആ പാലം പണിയുന്നതിന് വേണ്ടി 28 കോടി രൂപ ആവശ്യമാണ്. അത് KDP എന്ന് പറയുന്ന കാസർഗോഡ് ഡെവലപ്മെന്റ് പാക്കേജിൽ ഉൾപ്പെടുത്തി. അതിൻ്റെ കോൺട്രാക്ടർ മരിച്ചുപോയി. ഇപ്പോൾ അത് വീണ്ടും ആ പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കി അത് നടപ്പാക്കും. സാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. സാർ എന്നെ സമ്മതിക്കുന്നില്ല. എല്ലാം പറഞ്ഞു വന്നപ്പോൾ ഞങ്ങളുടെ സമ്മേളനത്തെ പറ്റി പറഞ്ഞു. അത് ഞാൻ വേറെ കൊടിയെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. വീണ ഇവിടെ മറുപടി പറഞ്ഞു.
ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ, ഞങ്ങളെ ഒന്ന് ജീവിക്കാൻ സമ്മതിക്കുക. ഞങ്ങൾ ഈ നാട്ടിൽ ജനങ്ങളുടെ പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ സമ്മേളനങ്ങൾ നടത്തി ഇനി പാർട്ടി കോൺഗ്രസിലേക്ക് പോവുക. നിങ്ങൾ അസ്വസ്ഥരാകണ്ട. നവകേരള സൃഷ്ടിക്ക് വേണ്ടി ഒരു രേഖ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പറയാൻ ഞാൻ വരുന്നത്. നടത്തിയ കാര്യങ്ങളിൽ കുറവുകളുണ്ടെങ്കിൽ അതുകൂടി പരിഹരിച്ചുകൊണ്ട് കേരളത്തെ ലോകത്തിലെ ഒരു അർദ്ധവികസിത സംസ്ഥാനമാക്കി മാറ്റാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. നിങ്ങളോട് സഹകരിക്കുക. നമ്മൾ തമ്മിലടിക്കേണ്ട കാര്യമൊന്നും. അതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് കിട്ടിയ തെരഞ്ഞെടുപ്പ് റിസൾട്ട് അല്ല അസംബ്ലി വരാൻ പോകുന്നത്. അത് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് പറയട്ടെ. അല്ല, തിരുവഞ്ചൂർ സാർ പറഞ്ഞല്ലോ, ഞാനതുകൊണ്ടാണ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പും ലക്ഷ്യം വെച്ചുകൊണ്ടും നവകേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടും മനോഹരമായ ചർച്ചകൾ നടത്തി ഉചിതമായ തീരുമാനമെടുത്ത് എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് ഏറ്റവും മികച്ച, ഞാൻ ഒരുപാട് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്തതിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത് ജനങ്ങൾ ആവേശത്തോട് പര്യവസാനിപ്പിച്ച ഒരു സമ്മേളനത്തിനെ പറ്റി ദയവ് ചെയ്ത് ഇങ്ങനെ വിമർശിക്കരുത്. അതായത് വഴികോട്ടെ. പിണറായി വിജയനെ സ്റ്റാലിൻ എന്ന് വരെ വിളിച്ചു. സ്റ്റാലിൻ മോശമൊന്നുമല്ല. ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും വലിയ ശക്തനായ സംഘാടക നേതാവായിരുന്നു. ആ ശക്തനായ നേതാവാണ് സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞ് കേരളത്തിലെ CPM-നെ ഇല്ലാതാക്കാം, ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താം. സാർ അവസാനിപ്പിക്കുന്നു. ഇത് അവസാനിപ്പിക്കാണ് സാർ. ഞാൻ 2018 ബൈ ഇലക്ഷൻ വന്നപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഒരു തുടർ ഭരണം കേരളത്തിൽ വരും. അന്ന് പ്രസംഗം കഴിഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തലയോട് പറഞ്ഞു, ചുമ്മാ തമാശ പറയാൻ സജീവ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല സാർ, രാഷ്ട്രീയം പഠിച്ചൊരു വിദ്യാർത്ഥിയെ സാർ. ഞാൻ വീണ്ടും ഈ ധനാഭ്യർത്ഥനയുടെ സമാപനത്തിൽ പറയുന്നു, 2026 ഇടതുപക്ഷ മുന്നണി ഇവിടെ തന്നെ കാണും സാർ. ധനാഭ്യർത്ഥന അംഗീകരിക്കണം. ശ്രീ വിൻസെന്റ്, സമയം പെട്ടെന്ന്. ഇന്ന് ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ എന്നോട് പങ്കുവെച്ച ഒരു ആശങ്ക ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതായത് പൊഴിയൂരിൽ ഹാർബർ, അവിടുത്തെ തീരം നശിച്ചതിൻ്റെ കാരണം മന്ത്രി ഇപ്പോൾ പറഞ്ഞു. തമിഴ്നാട് അതിർത്തിയിൽ ഒരു പുലിമുട്ട് നിർമ്മിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞ ആവശ്യം, അവിടെ തീരം സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അത് 100% ഞങ്ങൾ യോജിക്കുന്നു എന്ന് എൻ്റെ റെക്കോർഡിലുണ്ട്. എൻ്റെ പ്രസംഗം 100% ഞങ്ങൾ യോജിക്കുകയാണ്. പക്ഷേ അതുമൂലം ഇപ്പുറത്തുള്ള ആളുകൾക്ക് ദോഷമുണ്ടാകാത്ത രീതിയിൽ, തീരശോഷണം ഉണ്ടാകാത്ത രീതിയിൽ പഠനം നടത്തി നിർവഹിക്കണമെന്നേ പറഞ്ഞുള്ളൂ. അതിന് അദ്ദേഹം പൊഴിയൂരുകാർക്ക് പണി കൊടുക്കുന്നു എന്ന് വളരെ ദുരുദ്ദേശപരമായിട്ടുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അത് രേഖകളിൽ ഉണ്ടാവാൻ പരിശോധിച്ച് ചെയ്യാം.